പഠിച്ചിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒന്നല്ല ജീവിതം. ജീവിതത്തിലൂടെ പഠിക്കാനാകൂ. അടുത്ത നിമിഷം എന്താണ് കരുതി വച്ചിരിക്കുന്നത് എന്ന് ആർക്കും പ്രവചിക്കാനാകില്ല. ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ പഠിക്കേണ്ടതായി വരും. എന്നാൽ മനുഷ്യരെ തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും പ്രധാന പാഠം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. നിങ്ങൾ വീണു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേദനിച്ചോ എന്നതല്ല, നിങ്ങൾ എഴുന്നേൽക്കുമോ എന്നുള്ളതാണ് മുന്നോട്ടുള്ള യാത്രയെ നിർണയിക്കുന്നത്. വേണമെന്ന് വിചാരിച്ചാൽ എന്തിനും നമുക്ക് സമയം കണ്ടെത്താൻ കഴിയും. പക്ഷെ വേണമെന്ന് തോന്നണം. മറ്റൊരാൾക്ക് നമ്മൾ കൊടുക്കുന്ന സമയമാണ് നമ്മൾ അയാൾക്ക് നൽകുന്ന മൂല്യം. എല്ലാ കാലവും നിങ്ങൾക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചും തൃപ്തിപ്പെടുത്തിയും ജീവിക്കാൻ പറ്റുമോ? അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നിങ്ങളായി തന്നെ ജീവിക്കുക. എല്ലാവർക്കും ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകും. എന്നാൽ ശേഷിക്കുന്ന ജീവിതം മുഴുവൻ അതിന് വിലയായി നൽകേണ്ടതില്ല. നിങ്ങളെ വിധിക്കാൻ ആർക്കും അവകാശമില്ല. കാരണം നിങ്ങൾ എന്താണ് അനുഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. അവർ കഥകൾ കേട്ടിരിക്കാം, പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നിയത് അവർക്ക് അനുഭവപ്പെടില്ല. നിങ്ങളെ വെറുക്കുന്നവരെ ഒരിക്കലും നിങ്ങൾ വെറുക്കരുത്. പകരം അവരെ ബഹുമാനിക്കുക. കാരണം നിങ്ങൾ അവരെക്കാൾ മികച്ചതാണെന്ന് ഏറ്റവും കൂടുതൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അവരാണ്. പറയാൻ ഏറെയുണ്ടെങ്കിലും പലപ്പോഴും മൗനം തന്നെയാണ് നല്ലത്. അതാകുമ്പോൾ ആർക്കും പരിഭവവുമില്ല, പരാതിയുമില്ല. എപ്പോഴും വേദനിക്കുന്ന ഹൃദയം പെട്ടെന്നൊന്നും തകരില്ല. എല്ലാ ദുഃഖങ്ങളെയും അതിജീവിക്കാൻ അത് കരുത്ത് നേടിയിരിക്കും. അതുകൊണ്ടാണ് ജീവിതത്തിൽ ഒരുപാട് വേദനകൾ ഉണ്ടായിട്ടും ഒരുപാട് പേർ ഇന്നും പുഞ്ചിരിയോടെ ജീവിക്കുന്നത്. നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക് മുന്നിൽ എത്രയൊക്കെ മനസ്സ് തുറന്നിട്ടും ഒരു കാര്യവുമില്ല. വീഴ്ചകളിൽ തളർന്നു പോകാതെ, പരിഹാസങ്ങളിൽ പകച്ചു നിൽക്കാതെ പ്രതീക്ഷയോടെ കാത്തിരിക്കാമെങ്കിൽ നമുക്കും ഒരു ദിവസമുണ്ടാകും. ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് നമ്മളെ കിട്ടില്ല എന്നറിയുമ്പോൾ അവർ നമ്മൾക്കായി സമ്മാനിക്കുന്ന പ്രതിഫലത്തിന്റെ ഒരു രൂപമാണ് ഒറ്റപ്പെടൽ. ഒരു സ്ത്രീയെ ഒരു പുരുഷനെ ആദ്യമായി കാണുമ്പോൾ 7% അയാൾ പറയുന്ന കാര്യങ്ങളും 38% സംസാര ശൈലിയും 55% അയാളുടെ രൂപത്തിലും ശരീരഭാഷയിലും ശ്രദ്ധിക്കുന്നു. ചിലർ ആഴിപ്പഴങ്ങൾ പോലെയാണ്. നനച്ചിരിക്കാതെ കൈവെള്ളയിൽ വീണ് കൊതിപ്പിക്കും. കൈപ്പിടിയിൽ ഒതുങ്ങിയെന്ന് തോന്നുമ്പോൾ അലിഞ്ഞു തീരുകയും ചെയ്യും. സ്നേഹം ചോദിച്ചു വാങ്ങാനുള്ള ഒന്നല്ല. ചോദിച്ചു വാങ്ങുന്നതിലൂടെ അതൊരിക്കലും നിങ്ങൾക്ക് ലഭ്യമാകുന്നില്ല. സ്നേഹം കടന്നു വരുന്നത് നൽകുന്നതിലൂടെയാണ്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി ചെയ്തു തീർക്കുക. ഒടുവിൽ ശക്തനായിരിക്കുക. എല്ലാത്തിനും അനുയോജ്യമായ സമയം കടന്നു വരും. ഒരു മനുഷ്യന് എപ്പോഴും പോസിറ്റീവായിരിക്കാൻ കഴിയില്ല. സങ്കടം, ദേഷ്യം, നിരാശ, ഉത്കണ്ഠ ഇതെല്ലാം മനുഷ്യർ അനുഭവിക്കുന്നത് തന്നെയാണ്. ക്ഷമയുള്ളവർക്ക് മാത്രമേ സ്വപ്നങ്ങൾ നേടാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ പരമാവധി ക്ഷമിക്കുക. ഒരിക്കലും കിട്ടില്ലെന്ന് ഉറപ്പിച്ചതുപോലും നമ്മളെ തേടി എത്തിയേക്കാം. തളരാതെ പരിശ്രമം തുടരുക. അധ്വാനത്തിന്റെ ഫലം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ തേടി വരും. വിജയത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ ആദ്യം തന്നെ പ്രതീക്ഷയുടെ വിളക്ക് കൊളുത്തുക. ഏത് വിജയത്തിന്റെയും ഏറ്റവും പ്രധാന താക്കോൽ പ്രവർത്തനമാണ്. സ്നേഹം വിളമ്പിക്കൊടുക്കാം, പക്ഷെ വാരിക്കൊടുക്കരുത്. ഉണ്ട് നിറഞ്ഞാൽ പിന്നെ കഴിക്കുന്നവർ മടുത്തു തുടങ്ങേണ്ടി വരും. കടന്നുപോയ മനോഹരമായ നിമിഷങ്ങൾ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കരുത്. കാരണം തിരിച്ചു വരാൻ കഴിയാത്തത് കൊണ്ടാണ് ആ നിമിഷങ്ങൾ മനോഹരമായത്. എരിഞ്ഞടങ്ങുവാനോ നിരാശയിൽ തലകുനിച്ചിരിക്കുവാനോ ഉള്ളതല്ല ജീവിതം. പ്രതീക്ഷയുടെ മുന്നേറുവാനുള്ളതാണ് ജീവിതം. യാത്ര തുടരാം, നല്ല ചിന്തകളോടെ, കരുത്തുള്ള മനസ്സോടെ. തോറ്റിട്ടും ഒറ്റപ്പെട്ടിട്ടും നഷ്ടപ്പെട്ടിട്ടും ഇപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠം. കീറിപ്പറഞ്ഞ കുറേ മോഹങ്ങൾ, അതിൽ തുന്നിക്കൂട്ടിയ കുറേ സ്വപ്നങ്ങൾ, എന്നിട്ടും തേച്ചുമിനുക്കിയ ഒരു ചിരി, അതാണ് ജീവിതം. അടുപ്പമുള്ളവരോട് പരമാവധി നുണ പറയാതിരിക്കുക. പലപ്പോഴും സത്യം അറിഞ്ഞിട്ടും നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് അറിയാൻ വേണ്ടി മാത്രം ചോദിക്കുന്നവരാണ് ഭൂരിഭാഗവും. നല്ല നാളേക്ക് വേണ്ടി കാത്തിരിക്കുകയല്ല വേണ്ടത്. ഓരോ ദിവസവും നല്ലതാക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരോട് ഒരിക്കലും ദുരുപയോഗം ചെയ്യരുത്. നിങ്ങളെ ആവശ്യമുള്ളവരോട് ഒരിക്കലും തിരക്കിലാണെന്ന് പറയരുത്. നിങ്ങളെ എപ്പോഴും വിശ്വസിക്കുന്നവരെ ചതിക്കരുത്. നിങ്ങളെ എപ്പോഴും ഓർക്കുന്നവരെ മറക്കരുത്. ചെയ്യേണ്ടതെല്ലാം ആത്മാർത്ഥതയോടെ ചെയ്യുക.
ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക. ജീവിതത്തിൽ നിരാശരാകേണ്ടി വരില്ല. നിങ്ങളെ രഹസ്യമായി സ്നേഹിക്കുന്ന സ്ത്രീ ഉറപ്പായും നിങ്ങളെ മനഃപൂർവ്വം അവഗണിക്കില്ല. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുക, കാരണം അവർ നിങ്ങളുടെ തെറ്റുകൾ നിങ്ങളോട് നേരിട്ട് പറയുന്നു. എത്ര വിജയങ്ങൾ നേടിയാലും എന്തെല്ലാം സമ്പാദിച്ചിരുന്നാലും ശൂന്യമായ കൈകളോടു കൂടിയാണ് ഇവിടം വിടേണ്ടതെന്ന് എല്ലാവരും മറന്നു പോകുന്നു. ജീവിതത്തിൽ നാം എത്ര വിട്ടുവീഴ്ച ചെയ്താലും അകലാനുള്ളതെല്ലാം അകലും. പക്ഷെ അടുക്കുവാൻ താല്പര്യമുള്ളവർ ഒരു വഴി കണ്ടെത്തി അടുത്തുകൊണ്ടേയിരിക്കും. അതാണ് യഥാർത്ഥ സ്നേഹം. സ്നേഹിക്കുക, അതൊരു കഴിവാണ്. സ്നേഹിക്കപ്പെടുക, അതൊരു ഭാഗ്യമാണ്. സ്നേഹം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക, അതൊരു ഉത്തരവാദിത്തമാണ്. നിങ്ങൾക്കായുള്ള നല്ല ദിവസങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ. എല്ലാ ദിവസവും ഹൃദയഭാരത്തോടെ ഉണരുന്നത് അവസാനിപ്പിക്കുക. ഭാവി ജീവിതത്തിൽ പ്രതീക്ഷ വയ്ക്കുക. നിങ്ങൾക്ക് സംഭവിക്കുന്നതെല്ലാം നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. സംഭവിക്കുന്നതിനോടുള്ള നിങ്ങളുടെ പ്രതികരണത്തെ മാത്രമേ നിയന്ത്രിക്കാൻ കഴിയൂ. പ്രതികരണത്തിലാണ് നിങ്ങളുടെ യഥാർത്ഥ ശക്തി. കാലം ഒരു മുറിവും ഉണക്കാറില്ല. ആ മുറിവുമായി എങ്ങനെ ജീവിക്കാമെന്ന് മാത്രം പഠിപ്പിക്കുന്നു. സന്തോഷമായി ജീവിക്കുക എന്നതാണ് പ്രധാനം. അല്ലാതെ അത് മറ്റുള്ളവരെ അറിയിക്കണമെന്ന് നിർബന്ധമില്ല. ഓർക്കുക, എല്ലാവരും നമ്മുടെ സന്തോഷം ആഗ്രഹിക്കുന്നവരല്ല. മുറിവേൽപ്പിച്ച ഓർമ്മകൾ കാത്തു സൂക്ഷിക്കുക. ഓർത്ത് കരയാനല്ല. മുന്നോട്ടുള്ള യാത്രയിൽ ഒരിക്കൽ കൂടി തോൽക്കാതിരിക്കാൻ, തോൽപ്പിക്കപ്പെടാതിരിക്കാൻ. ആരെയും അവരുടെ ഭൂതകാലം അനുസരിച്ച് വിലയിരുത്തരുത്. ആളുകൾ ജീവിതം പഠിക്കുന്നു, ജീവിതത്തിൽ മാറ്റം വരുത്തുന്നു, മുന്നോട്ടു പോകുന്നു. സഹായിക്കുക എന്നത് സമ്പത്ത് കൊണ്ട് മാത്രമല്ല, പെരുമാറ്റം കൊണ്ടോ വാക്കുകൾ കൊണ്ടോ ഉപദ്രവിക്കാതിരിക്കുന്നതും വലിയ സഹായമാണ്. സ്നേഹബന്ധങ്ങൾ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ തെറ്റുകളെല്ലാം ക്ഷമിച്ചിരിക്കും. ബന്ധങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവർ ചെറിയൊരു തെറ്റിനായി കാത്തിരിക്കും. ഇത് ജീവിതമാണ്. ബഹുജനങ്ങൾ പലവിധമാണ്. ചിലരുടെ സാന്നിധ്യം നമ്മുടെ മനസ്സിലെ ഇരുട്ടിനെ വെളിച്ചമാക്കുന്നു. മറ്റു ചിലരാകട്ടെ നമ്മളിലുള്ള വെളിച്ചത്തെ വരെ കെടുത്തുന്നു. ജ്ഞാനിയായ മനുഷ്യൻ തനിക്കുണ്ടാകുന്ന വേദനകളെ സഹിക്കുന്നു, അംഗീകരിക്കുന്നു. എന്നാൽ ഒരിക്കലും അതിനെ ഭയന്ന് പിന്മാറുന്നില്ല. നമ്മൾ കേൾക്കുന്നതെല്ലാം അഭിപ്രായങ്ങളാണ്, വസ്തുതകളല്ല. നമ്മൾ കാണുന്നതെല്ലാം കാഴ്ചപ്പാടുകളാണ്, സത്യങ്ങളല്ല. അവസാനിച്ചു പോയ ചില ബന്ധങ്ങളെ പറഞ്ഞു തിരുത്തി തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ചുരുട്ടിയെറിഞ്ഞ കടലാസ് പോലെയാണ്. എത്ര നന്നായി നിവർത്താൻ ശ്രമിച്ചാലും ചില ചുളിവുകൾ അവിടെ തന്നെ ഉണ്ടാകും. ഉണ്ണുന്ന ഭക്ഷണത്തിന്റെ മേൽമയോ ഉടുക്കുന്ന വസ്ത്രത്തിന്റെ വിലയോ ഉറങ്ങുന്ന വീടിന്റെ വലിപ്പമോ അല്ല സമാധാനപരമായി ജീവിക്കാൻ കഴിയലാണ് ജീവിത വിജയം. സ്നേഹിക്കുന്ന സ്ത്രീയോട് നിങ്ങളുടെ വരുമാനവും ഭാവി പദ്ധതികളും തുറന്നു പറയരുത്. കടന്നു വന്ന വഴികളെല്ലാം ഓരോ കഥകളാണ്. ജീവിതത്തെ മാറ്റിമറിച്ച ചെറിയ ചെറിയ കഥകൾ. ഓരോ ചെറു കഥകളും പഠിപ്പിച്ച വലിയ വലിയ പാഠങ്ങളാണ് ഇന്ന് ജീവിതത്തെ ഇത്രത്തോളം മനോഹരമാക്കുന്നതും. നിങ്ങളുടെ ജീവിതം വളരെ ചെറുതാണ്. ശരിയായ രീതിയിൽ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക, അല്ലാത്തവരെ മറക്കുക. സംഭവിച്ചതെല്ലാത്തിനും ഒരു കാരണമുണ്ടാകും. ഒരുമിച്ച് നടന്നപ്പോൾ എന്ത് നേടി എന്നതല്ല, തനിച്ചു നടന്നപ്പോൾ പിന്നിൽ നിന്നും വിളിക്കാൻ പോലും ആരുമില്ലെന്ന തിരിച്ചറിവാണ് ജീവിതം. മാനസിക സംഘർഷത്തിന് വേണ്ടി നിങ്ങളുടെ ഊർജം ഉപയോഗിക്കാതിരിക്കുക. പകരം വിശ്വാസം, സൃഷ്ടി, വളർച്ച, സ്നേഹം, പരിപാലനം എന്നിവയ്ക്ക് വേണ്ടി നിങ്ങളുടെ ഊർജം പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ ചുറ്റും ഉണ്ടാവുകയും എപ്പോഴും കൂടെ ചിരിക്കുകയും ചെയ്യുന്നവരെല്ലാം നിങ്ങളുടെ സുഹൃത്തുക്കളാകണമെന്നില്ല. കാരണം എല്ലാവരും നന്നായി അഭിനയിക്കുന്നവരാണ്. യഥാർത്ഥ സാഹചര്യം വരുമ്പോൾ മാത്രമാണ് അവരുടെ യഥാർത്ഥ മുഖം നിങ്ങൾ തിരിച്ചറിയുന്നത്. വിജയിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തോൽക്കാനും പഠിക്കണം. ഓരോ തോൽവിയും ഓരോ പാഠങ്ങളാണ്. ജീവിച്ചു കാണിക്കണം നമ്മളെ തോൽപ്പിച്ചവരുടെ മുന്നിൽ. മറ്റുള്ളവർ നമ്മളോട് എളുപ്പത്തിൽ ക്ഷമിച്ചേക്കാം, പക്ഷെ നഷ്ടപ്പെട്ട വിശ്വാസം വീണ്ടെടുക്കുക എന്നത് പലപ്പോഴും അസാധ്യമാണ്. എത്ര കഴിവുകൾക്കും കഠിനാധ്വാനത്തെ മറികടക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ അത് യാന്ത്രികമായി വിജയം സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. ആരെങ്കിലും നിങ്ങളെ കാണാൻ ശരിക്കും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ അതിനായി ഒരു കാരണം കണ്ടെത്തും. കാണാനായി ഒരു ശ്രമം നടത്തുകയെങ്കിലും ചെയ്യും.
മോശം ശീലങ്ങൾ സുഖപ്രദമായ ഒരു കിടക്ക പോലെയാണ്. പ്രവേശിക്കാൻ എളുപ്പമാണ്, എന്നാൽ പുറത്തു കിടക്കാൻ പ്രയാസമാണ്. ബാല്യത്തിൽ എളിമയുള്ളവനും കൗമാര്യത്തിൽ മിതത്വമുള്ളവനും യൗവനത്തിൽ നീതിയുള്ളവനും വാർദ്ധക്യത്തിൽ വിവേകമുള്ളവനുമായിരിക്കുക. സ്നേഹബന്ധങ്ങൾക്കിടയിൽ കുറച്ച് അകലം നല്ലതാണ്. സ്നേഹം കൂടിയാലും കുറഞ്ഞാലും അവസാനം സങ്കടമാണ് ഫലം. എളുപ്പമുള്ള ജീവിതം ലഭിക്കാനല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. ജീവിതത്തിൽ പ്രയാസമുള്ള കാര്യങ്ങൾ മറികടക്കുവാനുള്ള ശക്തി ലഭിക്കുവാനാണ് പ്രാർത്ഥിക്കേണ്ടത്. ഒരുപാട് സംസാരിക്കുക, ഒരുപാട് ചിരിക്കുക, സങ്കടം വന്നാൽ കരയുക. കാരണം ഇത് ജീവിതമാണ്, നാടകമല്ല. കൂടെയുള്ളവരുടെ സന്തോഷത്തിനു വേണ്ടി നീ നിൽക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, നാളെ അവരുടെ സന്തോഷത്തിനു വേണ്ടിയും നീ മാറി നിൽക്കേണ്ടി വരും. മുഖങ്ങൾക്കിടയിലുള്ള മുഖംമൂടികൾ തിരിച്ചറിഞ്ഞിട്ടും അറിയാത്ത ഭാവത്തിൽ ഒരു പുഞ്ചിരിയോടെ നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നിന്റെ വിജയമാണ്. സൈക്കോളജി പറയുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തിക്ക് നിങ്ങളെ തിരിച്ചിഷ്ടമുണ്ടോ എന്നറിയാൻ അവരുടെ പെരുമാറ്റം ശ്രദ്ധിച്ചാൽ മതി. ഭൂതകാലത്തിന്റെ വാതിൽ അടയ്ക്കുക. നിങ്ങളുടെ ഊർജം, സമയം ഇവയൊന്നും പഴയ തെറ്റുകളിൽ വിനിയോഗിക്കാൻ അനുവദിക്കരുത്. ആത്മാർത്ഥ സ്നേഹവും ആഴത്തിലുള്ള വിശ്വാസവും ആരിലും അമിതമായി അർപ്പിക്കരുത്. കാരണം മനുഷ്യൻ മാറും, ഒപ്പം അവരുടെ മനസ്സും. ഒരു കാർമേഘവും ഒരുപാട് കാലം നിലനിന്നിട്ടില്ല. ഒന്നെങ്കിൽ പെയ്തൊഴിയും, അല്ലെങ്കിൽ സ്വയം ഇല്ലാതാകും. നമ്മുടെ പ്രശ്നങ്ങളുടെ കാലാവധിയും ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എതിർപ്പുകൾ കൂടുന്നുവെങ്കിൽ അത് വെറുപ്പിന്റെ ലക്ഷണമല്ല, അത് നിങ്ങളുടെ വളർച്ചയുടെ ലക്ഷണമാണ്. 1000 ബുക്കുകളിൽ നിന്ന് 10,000 പാഠങ്ങൾ പഠിച്ചാലും സ്വന്തം ജീവിതത്തിൽ നിന്ന് പഠിക്കുന്ന പാഠങ്ങളെക്കാൾ മികച്ചതാകില്ല അവയൊന്നും. ഒറ്റപ്പെട്ടു എന്ന തോന്നൽ ഉണ്ടാവാതിരിക്കാൻ ഏറ്റവും നല്ലത് അമിതമായി ആരിലും അടിമപ്പെടാതിരിക്കുക മാത്രമാണ്. ആരോടും പറയാത്ത കാര്യങ്ങൾ വരെ ചിലരോട് പറയുന്നത് നമുക്കവരെ ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രമല്ല, മറ്റാരേക്കാളും നമ്മളെ അവർ മനസ്സിലാക്കുമെന്ന് കരുതിയിട്ടുകൂടെയാണ്. ജീവിതത്തിൽ ആരുമില്ലെന്ന് തോന്നുമ്പോൾ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാകും പലപ്പോഴും ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെയായി മാറുന്നത്. പരസ്പരം കേൾക്കാനുള്ള സമയവും പരിഗണിക്കാനുള്ള ക്ഷമയും ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളും മനോഹരമാകുന്നത്. ഒരു പരിധി കഴിഞ്ഞാൽ ആരെയും പറഞ്ഞു മനസ്സിലാക്കാനോ ഒന്നും പിടിച്ചു വാങ്ങുവാനോ നിൽക്കരുത്. അത് വിവേകശൂന്യമാണ്. എല്ലാം കാലം തെളിയിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ ബഹുമാനിക്കുക, നിങ്ങളെ തന്നെ സ്നേഹിക്കുക. കാരണം നിങ്ങളെപ്പോലെ ഒരു വ്യക്തി ഇതിനു മുൻപ് ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. നിങ്ങളിലെ ഏറ്റവും മികച്ചത് കണ്ടെത്താൻ സഹായിക്കുകയും നിങ്ങളെ ശക്തരാക്കുകയും ചെയ്യുന്ന വ്യക്തികളെ എപ്പോഴും ചേർത്ത് നിർത്തുക. നമ്മുടെ മനസ്സിൽ നമ്മുടേതായ ശരികളുണ്ടാകും. അത് മറ്റുള്ളവർക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ അനുഭവങ്ങൾ അവർക്കും ഉണ്ടാകണം. യോഗ്യനല്ലാത്ത ഒരാളോട് രഹസ്യം പറയുക എന്നത് ദ്വാരമുള്ള ഒരു പാത്രത്തിൽ ജലം നിറയ്ക്കുന്നതിന് തുല്യമാണ്. ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോരുത്തരും ഓരോ പാഠങ്ങളാണ്. ചിലർ സ്നേഹം എന്തെന്ന് പഠിപ്പിക്കുമ്പോൾ മറ്റു ചിലർ വേദന എന്തെന്ന് പഠിപ്പിക്കുന്നു. കുട്ടികൾക്ക് 2 കാര്യങ്ങൾ പകർന്നു നൽകുക. ആദ്യത്തേത് ഉറച്ചു നിൽക്കാൻ ആവശ്യമായ വേരുകൾ, രണ്ടാമത്തേത് പറന്നുയരാൻ ചിറകുകൾ. എല്ലാ പുരുഷന്മാരോടും പുഞ്ചിരിക്കുന്ന സ്ത്രീകൾ പൊതുവെ ഉയർന്ന ചിന്താഗതിക്കാരായിരിക്കും. നിങ്ങൾ ഒരു പ്രവൃത്തി ഉപേക്ഷിക്കുന്ന നിമിഷം നിങ്ങളുടെ എതിരാളിയെ വിജയിക്കാൻ അനുവദിക്കുന്ന നിമിഷമാണ്. ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാകൂ.